പാലക്കാട് BJP അക്ഷരാർത്ഥത്തിൽപ്പെട്ടിരിക്കുകയാണ്. കാരണം പാലക്കാട് പൈസ കൊടുക്കുന്ന വീഡിയോ, ഒരു മുത്തശ്ശിക്ക് പൈസ കൊടുക്കുന്ന വീഡിയോ വൈറലായിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ്സുകാരത് ഷൂട്ട് ചെയ്തു. ആ വീഡിയോ കൃത്യമായിട്ട് നമുക്ക് തെളിവ് സഹിതം പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് മീഡിയാസിന് അവരുടെ ഇൻ്റർവ്യൂ നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് അവർ ഇടപെടുന്നു, അത് മാറുന്നു. അവസാനം പെൻഷൻ കിട്ടിയ കാശാണ് അത് എന്ന് പറയുന്നു. സാധാരണ അവർ പെൻഷൻ കൊടുക്കുന്നത് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് ആ നാട്ടിൽ. അതിനു മുമ്പ് അവർക്ക് മരുന്ന് അങ്ങനെ 5000 രൂപ വേണമെന്ന് സ്ഥാനാർത്ഥി വന്നപ്പോൾ അവർ പറഞ്ഞു എന്നും തിരിച്ചുപോയി 5000 രൂപ എടുത്ത് കൊണ്ടുകൊടുത്ത വീഡിയോ ആണെന്ന് തോന്നത്തക്ക രീതിയിലാണ് ഈ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഏതായാലും BJP വലിയ രീതിയിൽ ഉത്തരം പറയേണ്ടി വരും. കൊണ്ട് സാരി വിവാദം നമ്മൾ മണലൂരിൽ തൃശ്ശൂർ നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉള്ള വിവാദം, തൃശ്ശൂരെ വിവാദം കിറ്റ് കൊടുത്തു എന്നുള്ള വിവാദമാണ്. BJP ഏതായാലും പണം വാരി എറിയുന്നുണ്ട് അപ്പോൾ എന്നുള്ള പ്രതിപക്ഷ മറ്റ് പാർട്ടികളുടെ ആരോപണത്തിന് മൂർച്ച കൂട്ടുന്ന ഒന്നുകൂടിയാണ്. ഇപ്പോൾ സാരിയുമായി ബന്ധപ്പെട്ട് അടുത്തൊരു ഫോട്ടോസ് വരുന്നുണ്ട്, സാരി കൊടുക്കുന്ന വീഡിയോ വരുന്നുണ്ട്. ഏതായാലും BJP പണവും സാരിയൊക്കെ കൊടുത്തിട്ടാണ് പാലക്കാട് വോട്ട് പിടിക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് കിട്ടുന്നത്. അതിനിടയ്ക്ക് പല അമ്പലങ്ങളൊക്കെ, ചെറിയ അമ്പലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് പാലക്കാട്. അതിനൊക്കെ ഫണ്ട് മേടിച്ച് തരാമെന്ന രീതിയിൽ പറയുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഏതായാലും അക്ഷരാർത്ഥത്തിൽ BJP പെട്ടിരിക്കുകയാണ്. പണം കൊടുത്ത് വോട്ട് വാങ്ങുക എന്ന് പറയുന്നത് കുറ്റകൃത്യമാണ്. ശരിക്കത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം ചിലപ്പോൾ പരിങ്ങലിലായേക്കാം, അതിൻ്റെ അവസ്ഥ പരിങ്ങലിലായേക്കാം, അയോഗ്യത വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് പരാതി കിട്ടുക, അതിൻ്റെ കൊടുക്കുന്ന വീഡിയോ ഉണ്ടെങ്കിലും അത് ആ രീതിയിൽ പിടിക്കപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ കൂടി നമുക്ക് സത്യം പറഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുന്ന നമുക്ക് മനസ്സിലാവും എന്താ അവിടെ നടന്നതെന്നുള്ളത്. അത് മറ്റു പാർട്ടികൾ നടത്തുന്നുണ്ടാവും. ചിലപ്പോൾ പാലക്കാട് ഇപ്പോൾ ഷാഫിയെക്കുറിച്ച് ആരോപണം BJP ഉന്നയിച്ചിരുന്നു, ഷാഫി പണം വാരി എറിയുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അതൊന്നും തെളിവില്ല. ഇതിന് കൃത്യമായ തെളിവുണ്ട്. ഏതായാലും ഷാഫിക്കെതിരെ ആരോപിച്ച ആരോപണം തിരിച്ച് ശോഭാ സുരേന്ദ്രനെ പെടുകയാണ്. പൈസയും കൊടുക്കുന്ന വീഡിയോ കൃത്യമായിട്ട് വന്നിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ അടങ്ങുന്ന വാഹന വ്യൂഹം അവിടെ ഉണ്ടായിരുന്നു, അതിന് തൊട്ടടുത്തുണ്ടായിരുന്നു. അവർ വീഡിയോ എടുത്ത ആളെ ശകാരിക്കുന്ന വീഡിയോ, അടിച്ച് കരണം പൊളിക്കുന്നൊക്കെ പറയുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ വളരെ സജീവമായിട്ട് വരുന്നുണ്ട്. ഏതായാലും BJP അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ്. മറ്റ് രണ്ട് മുന്നണികൾക്കും ഒരു പ്രചരണ ആയുധം പാലക്കാട് മണ്ഡലത്തിൽ അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയില്ല. ജനങ്ങൾ ഏതായാലും ഇത്തരം പൈസ കൊടുത്ത് ജനങ്ങൾ വോട്ട് ചെയ്യും. ചിലപ്പോൾ സാധാരണക്കാരായ മനുഷ്യരാണ്, അവർക്ക് 5000 രൂപ എന്നൊക്കെ പറഞ്ഞ് വലിയ പൈസയായിരിക്കും. അവരത് മേടിച്ച് ഒരു വോട്ടിന് 5000 രൂപ കൊടുക്കുന്നതിന് അവർക്ക് കിട്ടുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർ മേടിച്ച് വയ്ക്കുകയും ചിലപ്പോൾ വോട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ കുറച്ച് ബോധമുള്ള ആൾക്കാർ അത്തരം കാര്യങ്ങൾ ചെയ്യില്ല, ജനാധിപത്യ വിശ്വാസികൾ അങ്ങനെ ചെയ്യില്ല. പക്ഷേ സാധാരണക്കാരനെ പൈസ കൊടുത്ത് മയക്കാൻ സാധിക്കും. അത് സ്വാഭാവികമാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. മേടിക്കുന്ന ആൾക്ക് ഒരു 5000 മരുന്ന് മേടിക്കാൻ പണം കിട്ടിയാൽ അവർ ദാരിദ്ര്യം കൊണ്ട് അവർ മേടിച്ചു പോകും. പക്ഷേ ഇത് കൊടുക്കുന്നവരെ വേണം കരുതാൻ. ആ സ്ത്രീ ഇപ്പോൾ പേടിച്ചിട്ടുണ്ടാവും, അവരെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ചിട്ടായിരിക്കും മാറ്റി പറയുന്നതൊക്കെ ഉണ്ടാവുക. അതായത് ആദ്യം കൈ തുറന്നപ്പോൾ അതിൽ പൈസ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ, ആദ്യം മുതൽ അവസാനം വരെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് BJP അക്ഷരാർത്ഥത്തിൽ പെട്ടിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ അതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം അസാധുവായാൽ, അല്ലെങ്കിൽ അത് തള്ളിക്കളയേണ്ടി വന്നാൽ, അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം BJPക്ക് കേരളത്തിലൂടെ നടത്താൻ പറ്റും. പക്ഷേ എന്നാൽ കൂടി ഗ്രൗണ്ടിൽ കാര്യങ്ങൾ BJPക്കെതിരാണ്. കിറ്റുമായി ബന്ധപ്പെട്ട് BJP കിറ്റ് ഉണ്ടായിരുന്നു എന്നും കിറ്റ് കൊടുത്തു എന്നും കിറ്റ് വന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും അതിനെതിരെ കിറ്റ് എവിടെ കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞ് അവർ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ BJP അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഷാഫി പറമ്പലിനെതിരെ ആരോപിച്ച പണം കൊടുക്കുന്നുള്ള ആരോപണം തിരിച്ച് ശോഭാ സുരേന്ദ്രനെതിരെ തന്നെ തിരിച്ചടിക്കുകയാണ്. അവർ പണം കൊടുക്കൽ അവരൊന്നിച്ചുണ്ടായ സഹായി, അല്ലെങ്കിൽ ഒന്നിച്ചുണ്ടായ സ്ത്രീ, ഒരു വെള്ള ചുരിദാറിട്ടൊരു സ്ത്രീ ഒരു മുത്തശ്ശിക്ക് പൈസ കൊടുക്കുന്ന വീഡിയോ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ണാടിയിലാണ് ഇത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. LDFൻ്റെ മുഴുവൻ ആൾക്കാരും കോൺഗ്രസിൻ്റെ മുഴുവൻ ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഉടനീളം ഇതെന്നൊരു ഹോട്ട് ന്യൂസ് ആയിരിക്കും. ഏതായാലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അത് ജനങ്ങൾ മുഴുവൻ അറിയുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് വലിയ രീതിയിൽ ആ വിജയ സാധ്യതയെ മങ്ങും, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത. ഏതായാലും ഫ്ലൈയിങ് സ്ക്വാഡ് ഉണ്ട് ഇവിടെ. ഇലക്ഷൻ കമ്മീഷൻ മുഴുവനായിട്ട് പാലക്കാടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. പാലക്കാട് ഏതായാലും നല്ല ഒരു ചൂട്ട്. പാലക്കാട് തുടങ്ങിയത് മുതൽ പല ആരോപണങ്ങളും പാലക്കാടിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ്. കേരളത്തിൽ തന്നെ പാലക്കാടിലേക്ക് തിരഞ്ഞെടുപ്പ് ചുരുങ്ങുന്ന സാധ്യത എഴുത്തള്ളാനാവില്ല. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പ്രധാനപ്പെട്ട എല്ലാ ന്യൂസുകളും പാലക്കാടിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പാലക്കാട് ഏതായാലും കാത്തിരുന്ന് കാണണം പാലക്കാട് എന്താണ് സംഭവിക്കുക. ഏതായാലും ഇലക്ഷൻ നാളെയാണ്, തൊട്ടും തലേ ദിവസമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്.
എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും നമുക്ക് നോക്കാം എന്താണ് പാലക്കാടിന് കരുതിയിരിക്കുന്നത്. ഏതായാലും ഈ വാർത്ത സത്യസന്ധമാണെന്ന് തോന്നത്തക്ക രീതിയിൽ തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പച്ചവെള്ളം കുടിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. മറ്റു പാർട്ടിക്കാരും കൊടുക്കുന്നുണ്ടാവില്ല എന്ന് ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ തെളിവുണ്ട്, തെളിവ് പ്രധാനപ്പെട്ടതാണ്. ആ തെളിവ് BJP ക്കെതിരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്താണ് ഇതിന് തുടർ നടപടികൾ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമുക്ക് ചിലപ്പോൾ അസാധുവായേക്കാം. മിക്കവാറും ഇത് തെളിയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം തള്ളപ്പെട്ടേക്കാം. അങ്ങനെ വന്നാൽ എന്താണ് അടുത്ത ഓപ്ഷൻ എന്നുള്ളത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഈ പെറ്റീഷൻ ഒരു പരാതികൾ BJP ക്കെതിരെ കോൺഗ്രസും CPM കൊടുക്കുന്നുണ്ട്. NMR റസാഖ് നേരിട്ട് തന്നെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിലക്ക് തന്നെ അവർക്ക് കൊടുക്കാവുന്നതാണ്. 2 പാർട്ടിക്കാരും, കോൺഗ്രസ്സുകാരാണ് ഈ വീഡിയോ കണ്ടുപിടിച്ചത്, അവരാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് നിർബന്ധമായും തെളിവ് സഹിതം തന്നെ കൊടുക്കാൻ സാധിക്കും. ഏതായാലും 2 പാർട്ടികളും അതിനെതിരെ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കരുതുന്നത്. BJPക്ക് തലേ ദിവസം കിട്ടിയ അടി എന്ന് തന്നെ പറയാം. പണത്തിന് മീതെ, അതായത് പണത്തിന് കൊണ്ടെല്ലാം നേടിയെടുക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സാധിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ എന്തോ പണം എറിഞ്ഞ് കളിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പണാധിപത്യം ജനാധിപത്യത്തെ വിഴുങ്ങുമോ